തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് തുടങ്ങിയിരിക്കുകയാണ്. കേരളത്തിൽ ആകെ വരുന്ന വിവരങ്ങൾ ജനങ്ങൾ, വോട്ടർമാർ തെരഞ്ഞെടുപ്പിനെ നല്ല നിലയിൽ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് എന്നാണ്. ഇവിടെ ഞാൻ വോട്ട് ചെയ്ത 232 ബൂത്തിൽ സ്ത്രീകളുടെ നീണ്ട ക്യൂ ആണ്. പുരുഷന്മാരുടെ ക്യൂ അത്രയില്ല. അപ്പോൾ സ്ത്രീകൾ വളരെ സജീവമായി അണിനിരക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ കഴിഞ്ഞ വർഷങ്ങളിലെ പ്രവർത്തനാനുഭവങ്ങൾ ഈ നാടിന് മുമ്പിലുണ്ട്. 2016 തെരഞ്ഞെടുപ്പിൽ, 2021 തെരഞ്ഞെടുപ്പിൽ എങ്ങനെ ജനങ്ങൾ പ്രതികരിച്ചു എന്നതും നാടിൻ്റെ മുമ്പിലുണ്ട്. കേരളത്തിലെ എല്ലാ വികസന വളർച്ചയുടെയും ക്ഷേമ പ്രവർത്തനങ്ങളുടെയും ആകെ നേട്ടം പരിശോധിച്ചു കഴിഞ്ഞാൽ LDF ഗവൺമെൻറ്റിൻ്റെ ഭരണ തുടർച്ച അവിടെ പ്രകടമാകും. അത്തരമൊരു സാഹചര്യമാണ് കേരളത്തിലുള്ളത്. ഈ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വൻ നേട്ടം കൈവരിക്കും എന്നതാണ് ജനങ്ങളിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കാലത്തും അതിനുശേഷവും ഉയർന്നു വന്നിട്ടുള്ള പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നത്. പേരാമ്പ്ര അസംബ്ലി മണ്ഡലത്തിലും വലിയ തോതിൽ നേട്ടം കൈവരിക്കും. ഇവിടെ ഒരു വികസന പ്രവർത്തനങ്ങളും നടക്കുന്നില്ല, വികസന മുരടിപ്പാണ് ഇവിടെ ഉള്ളത് എന്ന് വ്യാപകമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി പ്രചാരവേല നടന്നു. ഈ പ്രചാരവേല നടത്തിയവർ അവർ നടന്നു പോകുന്നതും വാഹനത്തിൽ പോകുന്നതുമെല്ലാം ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കൈവരിച്ച വികസന നേട്ടങ്ങളിലൂടെയാണ്. അതാണ് യാഥാർത്ഥ്യം. ഈ അനുഭവം ജനങ്ങളിൽ നിന്ന് മായ്ച്ചു കളയാൻ കഴിയില്ല. അങ്ങനെ വരുമ്പോൾ ജനങ്ങളെ വർഗീയമായി ഭിന്നിപ്പിക്കുന്നതിനുള്ള ചില നീക്കങ്ങൾ കേരളത്തിലുടനീളം നടന്നിട്ടുണ്ട്. അതിനെതിരെ മതനിരപേക്ഷ നിലപാടുയർത്തി നല്ല ഐക്യം ഉയർത്തിക്കൊണ്ടുവരിക എന്ന പൊതുബോധമാണ് കേരളത്തിലെ ജനങ്ങളാകെ പ്രകടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പേരാമ്പ്ര അസംബ്ലി മണ്ഡലത്തിലെ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷയ്ക്കപ്പുറത്തുള്ള വിജയം, പ്രതീക്ഷ എന്ന് പറയുന്നത് രാഷ്ട്രീയ സ്വാധീനത്തിൻ്റെ നിലയാണ്. അതിൻ്റെ അപ്പുറത്തുള്ള വിജയം ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലഭിക്കും എന്നതാണ് അനുഭവങ്ങൾ ബോധ്യപ്പെടുത്തുന്നത്. ഈ വർഗീയ ധ്രുവീകരണം അടക്കമുള്ള ആരോപണം പേരാമ്പ്രയിൽ ഉണ്ടായിരുന്നു. UDF സ്ഥാനാർത്ഥിക്കെതിരെ അത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് ഇപ്പോൾ ഒരു പരാമർശം ഞാൻ നടത്താൻ തയ്യാറാവുന്നില്ല. പേരാമ്പ്രയിൽ എന്തെല്ലാം ശ്രമങ്ങൾ UDF നടത്തി എന്നുള്ളത് ജനങ്ങൾക്കറിയാം. വർഗീയ ചേരിതിരിവിനും പിന്നെ വർഗീയമായി ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതിനും ജനങ്ങൾ അനുകൂലമല്ല. ജനങ്ങൾ അതിൽ നിന്ന് വേറിട്ട നിലപാട് സ്വീകരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. പാലക്കാട് വിവാദമൊക്കെ ചർച്ചയായിരുന്നു. കോഴ ആരോപണം പാലക്കാട് പറയട്ടെ, നമ്മളിപ്പോൾ അതിനെപ്പറ്റി ഔദ്യോഗികമായ ഒരു നിലപാട് ഇപ്പോൾ പറയുന്നത് ടി.പി. രാമകൃഷ്ണൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. വലിയ വിജയം, പ്രതീക്ഷയ്ക്കപ്പുറമുള്ള വലിയ വിജയം പേരാമ്പ്രയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ടാകും എന്നാണ് അദ്ദേഹം പറയുന്നത്.